വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ളവർ എന്നും നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുകയും. നോക്കിയാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. നാം ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുമാണെങ്കിൽ ദുഷ്ടന് അല്ലെങ്കിൽ പിശാചിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. അവൻ നമ്മെ മരണത്തിനുള്ള പാപത്തിലേക്ക് നയിച്ച് അവൻ്റെ രാജ്യമായി അല്ലെങ്കിൽ രാജ്യത്തിൽ അവകാശിയാക്കി അല്ലെങ്കിൽ നരകത്തിലെത്തിക്കുവാൻ പ്രയത്നിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കണം. അപ്പം ദുഷ്ടൻ്റെ അധികാരം നമ്മളിലുണ്ടോ? അവൻ നമ്മെ മരണത്തിനായിട്ടുള്ള പാപത്തെ അല്ലെങ്കിൽ നിത്യമരണത്തിനായിട്ടുള്ള പാപത്തെ ചെയ്യിപ്പിക്കുന്നുണ്ടോ? ഇത് മനസ്സിലാക്കി നമ്മുടെ നിത്യമരണം സംഭവിക്കാതിരിക്കുവാൻ, നിത്യജീവനിൽ പ്രവേശിച്ച് ജീവിപ്പാൻ നമ്മൾ ദുഷ്ടൻ്റെ സകല തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ദൈവം തമ്പുരാൻ കൃപ നൽകുമാറാകട്ടെ. ആമേൻ.